കിട്ടി? അത് നമ്മുടെ വീടിന്റെ ഈ കോലായില് അങ്ങോട്ട് കയറി ഇറങ്ങണോടത്ത് ഞാൻ നോക്കിയപ്പോ നമ്മുടെ വീട്ടിലാരും ഇത് ഉപയോഗിക്കാറില്ല. അതാ ഇത് ജിന്ന, ജിന്ന് ജിന്ന് ജിന്നെന്ന് പറഞ്ഞ വേറെ മതത്തിലുള്ള ഈ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്നവരുടെ മൂർത്തി എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. വീട്ടിൽ അന്യമതക്കാർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇവളുടെ ഭർത്താവ് പ്രേമിച്ച് കെട്ടിയതാണ്, ഒരു ക്രിസ്ത്യാനാണ്. പക്ഷേ എന്റെ ഭർത്താവ് അങ്ങനൊന്നും ചെയ്യില്ല. നിങ്ങളെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല. അയാൾക്കുള്ള പണിയാണ് ഈ പണി. അല്ല, അത് അങ്ങനെ അവനെതിരാണെങ്കിൽ അതെന്തിനാ അപ്പൊ ഈ നമ്മുടെ വീടിന്റെ മുമ്പിൽ വെക്കുന്നത്? ഇവര് താമസിക്കുന്നത് ഈ കിട്ടിയോടത്തല്ല, അതിന്റെ തൊട്ടപ്പുറത്തെ ഒരു വീട്ടിലാണ് ഇവര് താമസിക്കുന്നത്. അല്ല, വീട് അപ്പുറം ഇപ്പുറം ആയാലും മാറിപ്പോയി കാണും കൊണ്ടിട്ടവനെ. അല്ല, ഇതിപ്പോ എന്റെ ഭർത്താവിനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ടേക്കണോ? അതെ, നിങ്ങളുടെ ഭർത്താവിനെ ഉപദ്രവിക്കേട്ടേക്കണാണ് ഈ സാധനം. ഭർത്താവിന് എന്താ പണി? രാഷ്ട്രീയത്തിലാണ്. ഇലക്ഷൻ വരെയല്ലേ, അയാളെ ഒതുക്കാൻ വേണ്ടി ആരോ ചെയ്ത സാധനമാണിത്. ഇതിപ്പോ ആരാ ചെയ്തേ? ഇത് പുള്ളിയുടെ കൂടെയുള്ള ആരോ ചെയ്തതാണ് പുള്ളിയെ ഒതുക്കാൻ. ഇല്ല, ക്ലീറ്റോന്റെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ആരും ഇല്ല. ഇപ്പൊ ഇവിടെ തന്നെ എത്ര പേര് വരുന്നെന്നറിയാം, കൂടെ നിൽക്കണവനെ ഒതുക്കാൻ വേണ്ടി ചെയ്തു തരാൻ. നമ്മൾ ചെയ്തു കൊടുക്കാറുമുണ്ട്. ഈ ഒതുക്കുക എന്ന് പറയുമ്പോ, ഒതുക്കുക എന്ന് പറഞ്ഞാ മാനഹാനി, പെണ്ണ് കേസ്, കൈക്കൂലി, മരണം വരെ സംഭവിക്കാം. ഇനിയിപ്പോ അതിനെന്താ നമ്മള് പ്രതിവിധി ചെയ്യാ? പ്രതിവിധി ഉണ്ട്, കുറച്ച് കാശാവും. കാശോ? ഓ പിന്നെ ഇത് പ്രതിവിധി ചെയ്യണമെങ്കിൽ കാശാവണ്ടേ, ആള് ജീവിച്ചിരിക്കണ്ടേ. അല്ല, അത് വേണല്ലോ. അപ്പൊ അതിന് പൈസ ആയിക്കോട്ടെ. കാശ് എത്രയാവും? ഒരു 20,000 രൂപ. അയ്യോ, ഇതെവിടായിരുന്നു? എവിടെയെങ്കിലും പോണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കടേ. ഫോൺ വെച്ചെങ്കിൽ എന്തിനാണ് അതിലൊന്ന് വിളിച്ച് പറഞ്ഞൂടെ തങ്കം? എന്തോന്ന് ഡാൻസ് കളിക്കണ? ഓ, അമ്പലങ്ങൾ. അയ്യോ, എനിക്കറിയൂടാ ഇനി എന്നാണ് ദൈവം അവിടെ നിന്നുകൊണ്ട് നിന്നേക്ക സകലമാന അമ്പലത്തിലും പോയി ശല്യം ചെയ്ത. എന്തോ എന്തോന്ന് തുപ്പാനോ? വിവാഹ വാർഷികം. ഓ, അപ്പൊ വാ തുറന്ന നീ എന്ത് ബായിൽ എന്തായാലും ഇത്ര വർത്താനം പറയാം. ഓ, ഇതെവിടായിരുന്നു? ഏതമ്പലത്തിലായിരുന്നു? പറയാം. ഇന്നലെ ഉണ്ടല്ലോ എന്റെ ക്ലീറ്റോ ഒന്നും അറിയണില്ല. ഇവിടെ എന്തൊക്കെയാ നടക്കണമെന്ന് അറിയാവോ ക്ലീറ്റോന്? അതിനു മുമ്പ് ഒരു സംഭവം ഞാൻ പറയാം. ഇവിടെ നടന്ന വലിയൊരു സംഭവം. ഞാൻ നേരത്തെ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ടല്ലോടി, നമ്മൾ നിൽക്കുന്ന തെങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു തേങ്ങ പടക്കോ എന്ന് പറഞ്ഞ് എൻ്റെ തലയുടെ ഇങ്ങനെ തട്ടിയില്ല എന്ന് പറഞ്ഞ് വീണങ്ങ് പോയി. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? എന്ത്? തെങ്ങിന്ന് തേങ്ങ വീണേന് എന്ത് കാരണം? കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇന്നലെ രാത്രി അപ്പുറത്ത് ഗ്രില്ലടയ്ക്കാൻ വേണ്ടി നോക്കി, ഗ്രില്ലടയുന്നില്ല. എന്താന്ന് നോക്കിയപ്പോ എന്താ അതിന്റെ ഉള്ളിൽ ആരും കാണാതെ ഇത് ഇത്രയും പോകുന്ന ഒരു ഏലസം ഉണ്ടോന്ന് വെച്ചേക്കുന്നു. എന്നിട്ട് ആരെടുത്ത് കളഞ്ഞു? കളയാനോ? കളയാൻ വെച്ചേക്കണതാ. അതാ സംഗതി പെശകാന്നുള്ളത് അപ്പൊ തന്നെ ജമന്തിയും പറഞ്ഞു, അമ്മാവനും പറഞ്ഞു. ഞങ്ങൾ ഇന്നിപ്പോ അതുകൊണ്ട് ജോൽസിന്റെ അടുത്ത് പോയതാ. ജോൽസിന്റെ അടുത്ത് പോയപ്പോഴല്ലേ ക്ലീറ്റോ അറിയണത് കാര്യങ്ങള്. എന്തോന്ന്? എന്റെ ക്ലീറ്റോനെ തകർക്കാൻ വേണ്ടി ചെയ്തേക്കുന്നത്. അത് മാറിപ്പോയി എന്നാരും പറഞ്ഞത്? ജോത്സ്യൻ പറഞ്ഞ അച്ചട്ട അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എന്ത് വലിയ കൂടോത്ര ചെയ്തേച്ചെന്നറിയാമോ? ആരാന്നറിയോ? ആരാ ചെയ്തേന്നറിയോ?
പേരെടുത്ത് പറഞ്ഞില്ല, ചെയ്തത് നിങ്ങളുടെ പാർട്ടിയിലുള്ള ശത്രുക്കൾ തന്നെ. എന്ത് കളിയാണെന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പൊന്നോ, എനിക്കിത് കേട്ടപ്പോ ജോത്സ്യം പറഞ്ഞു ആ മനുഷ്യന് കൂടുതലില്ല. അതല്ല, നല്ല കണ്ണുണ്ട്, അതാ ഞാനിപ്പോ മുളക് ഒഴിഞ്ഞിട്ടത്. കണ്ണും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ടീറ്റോന്റെ ആ പ്രവർത്തനം കണ്ടിട്ടേ എനിക്കിത് കേട്ടപ്പോഴത്തേനും ആദ്യമായി. പിന്നെ ഞാനിരുന്ന് കരഞ്ഞു. ഇനിയിപ്പോ എന്താ ഒരു പ്രതിവിധി ജോത്സ്യം പറഞ്ഞു ഒരു സംഗതി ഇല്ല, ഇത് ചെയ്തേക്കുന്ന കൂടിയ സംഗതിയാന്നാ പറഞ്ഞേ. അങ്ങനെ പിന്നെയും കുറെ നേരം കാവടി നേരത്തെ നോക്കി 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 പ്രതിവിധി ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് പ്രതിവിധി? പ്രതിവിധി ഉണ്ട്, ഒരു പൂജ നടത്തണം. അതും ചെയ്യിച്ചിട്ടാ ഞാൻ വന്നത്, അറിയാവോ? എവിടെ ചെയ്ത് പൂജ? അവിടെ തന്നെ ചെയ്ത് 10-15,000 രൂപയായി ക്ലീറ്റോ. 20 പറഞ്ഞത് ഞാൻ, പക്ഷെ 15 ചെയ്യിച്ച്. 15,000 രൂപ പൈസ കൊടുത്താ? നിന്റെ എവിടെ 15,000 രൂപ ഇരിക്കുന്നത്? എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അല്ലെങ്കിലും ഞാൻ അടുത്ത മാസത്തെ മറ്റേ പെൻഷന്റെ പൈസ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു. 5,000 രൂപ? അതിന് 15,000 രൂപയല്ലേ പൂജക്കായത്? ഇത് 5,000 ആയി. പിന്നെ 10,000 രൂപയ്ക്ക് നീ എന്ത് ചെയ്ത്? മറന്നായിരിക്കും. ക്ലീറ്റോ 2 ദിവസം മുമ്പ് എനിക്കൊരു 10,000 രൂപ കൊണ്ട് തന്നില്ലേ, കാർ വിറ്റതിന്റെ ലാഭം. അത് ആ പൈസ എടുത്ത് കൊടുത്താ? എടി, അത് തക്കളിയുടെ ഫീസ് കൊടുക്കാൻ തന്ന പൈസ അല്ലേ? എന്റെ ക്ലീറ്റോ, പൈസ പോണെങ്കിൽ പോട്ടെ, അത് ഇനി ഉണ്ടാക്കും എന്ന് വെച്ചാൽ എനിക്ക് ക്ലീറ്റോനെ കിട്ടോ ഇനി?